സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ 2 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചത് വാഴച്ചാൽ സ്വദേശികളായ സതീഷും അംബികയും. ആക്രമണം വനവിഭവം ശേഖരിക്കാൻ പോയപ്പോൾ വനം വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി വനം മന്ത്രി. മുതലപ്പുഴയിൽ ഹാർബറിൽ മണൽ മൂടിയതിൽ പ്രതിഷേധം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ. CITUവിന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കുന്നു. സംയുക്ത സമരസമിതിയുമായി മന്ത്രി സജി ചെറിയാൻ നാളെ ചർച്ച നടത്തും. കാസർഗോഡ് ബേഡകത്ത് തമിഴ്നാട് സ്വദേശി കടയ്ക്കുള്ളിലിട്ട് തീ കൊളുത്തിയ യുവതി മരിച്ചു. മണ്ണടുക്കം സ്വദേശി രമിത മരിച്ചത് മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ. രമിതയെ ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തീ കൊളുത്തിയത് ഈ മാസം 8-ന്. വായ്പാ തട്ടിപ്പ് കേസിൽ പിടിയിലായ മെഹുൽ ചോക്സിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ. ED, CBI ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 6 അംഗ സംഘം ബെൽജിയത്തിലേക്ക്. ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ചോക്സി അർബുദബാധിതനാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നൽകും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത്. മന്ത്രിയുടെ സന്ദർശനം വഖഫ് നിയമ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ. ബിൽ പാസാക്കിയതിന് നന്ദി അറിയിച്ച് NDA സംഘടിപ്പിക്കുന്ന നന്ദി മോദി പരിപാടിയിൽ പങ്കെടുത്തു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്നറിയാം. സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ ജില്ലാ കമ്മിറ്റി യോഗം രാവിലെ. മുഖ്യമന്ത്രിയും MP ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുക്കും. KK രാഗേഷിനും TV രാജേഷിനും മുൻതൂക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 65-ാം ദിവസത്തിൽ. ഓണറേറിയം കൂട്ടിയ തദ്ദേശ സ്ഥാപന ഭരണാധികാരികളെ ആദരിക്കാൻ സമരസമിതി. പരിപാടി ഈ മാസം 21-ന്. പ്രതിഷേധം കടുപ്പിച്ചിട്ടും വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 4 ദിവസങ്ങൾ മാത്രം ബാക്കി. IPL-ൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വിജയം തുടരാനുറച്ച് കൊൽക്കത്ത. വിജയവഴിയിൽ തിരിച്ചെത്താൻ ലക്ഷ്യമിട്ട് പഞ്ചാബ്. മത്സരം രാത്രി 7:30 മൊഹാലിയിൽ.